24 റൗണ്ടപ്പിലേക്ക് വിശദമായി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഗ്യാലറിയിൽ നിന്ന് വീണ തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതര പരിക്ക്. തലയ്ക്കും നട്ടലിനും ശ്വാസകോശത്തിനും പരിക്കേറ്റ MLA റിനെ മെഡിസിറ്റിയിൽ വിദഗ്ധ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമെന്ന് പറയാനാകില്ലെങ്കിലും അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. 24 മണിക്കൂർ നിരീക്ഷണം നിർണായകമാണെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. ഉമാ തോമസിനെ ICUവിലേക്ക് മാറ്റി. MLA വന്നപ്പോ ഒരു 15 അടി പൊക്കത്തിൽ നിന്ന് വീണിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വന്നപ്പോ ഞങ്ങൾക്കൊരു GCS എന്ന് പറയും, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയും, ബ്രെയിനിന്റെ ഇഞ്ചുറിയും അതിന്റെ ഡെപ്ത് അളക്കുന്നതാണ്. 15-ൽ 8 ആയിട്ടാണ് വന്നത്. വന്ന് അത്രയും 8 ആയപ്പോഴാണ് നമ്മൾ വെന്റിലേറ്റ് ചെയ്തിട്ടാണ്, സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് സ്കാനിന് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ സ്കാനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട്, പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറി ഉണ്ട്. ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിബ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആള് വെന്റിലേറ്ററിലാണ്. നമ്മളിപ്പോൾ ഒരു ഇന്റർവെൻഷനോ ഒരു സർജറിയോ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഉടൻ കൊച്ചിയിലെത്തും. ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ തന്നെ മെഡിക്കൽ സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പുറത്തിറക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ എല്ലാവരും കൂടിയാലോചിച്ചിട്ട് ലഭ്യമായ റിപ്പോർട്ടുകൾ എറണാകുളം ജില്ലയിൽ ഏറ്റവും മികച്ച ഡോക്ടർമാരുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി മെഡിക്കൽ ടീം, വിദഗ്ധരുടെ ടീം, അവരൊരു 11 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തിച്ചേരും. അവരും കൺസൾട്ട് ചെയ്യും. ഇപ്പോ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ തന്നെ ആയിരിക്കും നല്ലതെന്നാണ് അഡ്വൈസ് ഉള്ളത്. മറ്റു ഡോക്ടർമാർ, ഞങ്ങൾ സംസാരിച്ച മറ്റു ഡോക്ടർമാരും ഇവർ അഡ്വൈസ് ചെയ്ത അതേ ട്രീറ്റ്മെന്റ് രീതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ടീം കൂടി വന്നതിന് ശേഷം അവർ കൂടി ആലോചിച്ചിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സാ രീതി നിശ്ചയിക്കും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻ തുടരുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട്. കലൂർ സ്റ്റേഡിയത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. ഒരു സേഫ്റ്റി പ്രോട്ടോകോൾ കായികേതരമല്ലാത്ത പരിപാടികൾ നടക്കുമ്പോൾ അത് പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രോട്ടോകോളിനെ കുറിച്ചും ഞങ്ങൾ പല ആളുകളും ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഗാലറിയുടെ പുറത്ത് നിർമ്മിച്ച സ്റ്റേജാണ്. അവിടെ ഒരു ബാരിക്കേഡിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ക്യൂ മാനേജർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളുണ്ട്. അതൊന്നും പറയേണ്ട സമയമല്ലെങ്കിൽ പോലും സേഫ്റ്റി പ്രോട്ടോകോൾസ് പരിപാടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ആശുപത്രിയിലെത്തി വിവരങ്ങൾ തേടി. ആദ്യം വലിയ വീഴ്ചയായിരുന്നു. ആദ്യം നമ്മൾ ഭയപ്പെട്ടതുപോലുള്ള സംഭവങ്ങളൊന്നുമില്ല. സ്റ്റെബിലൈസ് ചെയ്ത് വരികയാണ്. പിന്നെ നമുക്കറിയാം ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് ഹെഡ് ഇഞ്ചുറി ആണെങ്കിലും 24 മണിക്കൂർ അത് മോണിറ്റർ ചെയ്യണം. ആ മോണിറ്ററിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ തന്നെ നല്ലൊരു ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ ഒരു കൺസൾട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വേറൊരു ടീം വരുന്നുണ്ട്. എല്ലാവരുമായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. ആവശ്യമായ കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ മെഡിക്കൽ സഹായവും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ശുഭകരമായ കാര്യമാണ്. സ്റ്റെബിലൈസ് ചെയ്ത് വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം, ബാക്കിയുള്ള ഒരു BP മറ്റ് കാര്യങ്ങളെല്ലാം ശരിയായി വരികയാണ്. അപകടമുണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പരിശോധന നടത്തി. സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. YS അഭിനന്ദ് ചേരുന്നുണ്ട് റിനെ മെഡിസിറ്റിയിൽ നിന്ന്. അഭിനന്ദ്, ഏറ്റവും ഒടുവിൽ വരുന്ന ഡോക്ടേഴ്സിന്റെ പ്രതികരണമടക്കം നമുക്ക് ഗുരുതരാവസ്ഥയിലല്ല, അതീവ ഗുരുതരാവസ്ഥയിലല്ല, എന്നാൽ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നും കൂടിയാണ്. ഈ പ്രത്യേക മെഡിക്കൽ സംഘം എത്തിച്ചേർന്നിട്ടുണ്ടോ? നിലവിൽ പ്രത്യേക ചികിത്സകൾ എന്തെങ്കിലും, പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ഉമാ തോമസ് MLAക്ക് നൽകിയിട്ടുണ്ടോ, ആരംഭിച്ചിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള വിദഗ്ധ സംഘം പാലാരിവട്ടം റിനെ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിദഗ്ധ സംഘം എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എഡിറ്റിനോട് ന്യൂറോ സർജനായിട്ടുള്ള ഡോക്ടർ
മിഷാൽ ജോണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉമാ തോമസിനെ ഇത്രയും നേരമായി പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വ്യക്തമാക്കുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, അതിനുശേഷം ആന്തരിക സ്രാവമുണ്ട്, ആന്തരിക സ്രാവത്തിൽ നിന്ന് ശ്വാസകോശത്തിനും പ്രശ്നമുണ്ട്. അതിനുശേഷമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക ഇനി വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി സുരക്ഷാ വീഴ്ച അടക്കം പരിശോധിക്കുന്നുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാറ്റ് അല്പസമയം മുമ്പ് കലൂർ സ്റ്റേഡിയം സന്ദർശിച്ച് സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. അതിനുശേഷം ADGP ശ്രീജിത്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച അടക്കം അന്വേഷിക്കാൻ പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അശാസ്ത്ര നിർമ്മാണമാണ് ഇത്തരത്തിലേക്കുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തം. ഏതായാലും ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഇപ്പോൾ കോൺഗ്രസും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം നിലവിൽ 24 മണിക്കൂർ നിരീക്ഷണത്തിലായിരിക്കും, വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അതിനുശേഷമായിരിക്കും എന്ത് നടപടിക്രമങ്ങൾ എന്നത് തീരുമാനിക്കുക. YS അഭിനന്ദനാണ് വിവരങ്ങൾ നൽകിയത്. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. ഇടുക്കി മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. തേക്കിൻകുപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. അമറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ UDF LDF പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്, ഇപ്പോൾ ഇത് ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്. 4 ലക്ഷം രൂപ SDRF നിന്നും കൊടുക്കാൻ ദുരന്ത നിവാരണ ഹെഡിൽ നിന്നും 4 ലക്ഷം രൂപ ജില്ലാ കളക്ടർ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് 4 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകാൻ. ബാക്കി 6 ലക്ഷം രൂപ ഗവൺമെൻറ് നൽകും എന്നുള്ള ഉറപ്പാണ് ചർച്ചയുടെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 10 ലക്ഷം രൂപ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാര തുകയായി അനുവദിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയത്. അതോടൊപ്പം പ്രധാനപ്പെട്ട വിഷയം മുള്ളരിങ്ങാട്ടെ മുഴുവൻ ആളുകൾക്കും പൂർണ്ണ സംരക്ഷണം. മണ്ണപ്പുറം പഞ്ചായത്തിൽ നാളെ UDF LDF NDA ഹർത്താലാണ്. മരിച്ച അമർ ഇലാഹിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ഇപ്പോൾ ഏതായാലും ആശുപത്രിയിലെ പ്രതിഷേധം അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? ഗൂഗിൾ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം എന്തായാലും UDF അവസാനിപ്പിച്ചിട്ടുണ്ട്. മോർച്ചറിക്ക് മുമ്പിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധം നടത്തിയത്. എന്തായാലും ഈ മരിച്ച അമറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന സർക്കാരിന്റെ ഉറപ്പിന്മേലാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടം നടന്നത്, കാട്ടാന ആക്രമണം നടന്നത് വനമേഖലയിലായതുകൊണ്ട് വനംവകുപ്പിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ ചില പരിധിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു CCF ഉൾപ്പെടെ. അതുപോലെ തന്നെ വനംവകുപ്പ് ഉൾപ്പെടെ ഇത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ വലിയ പ്രതിഷേധമുണ്ടായത്. എന്തായാലും പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടുകയും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ 6 ലക്ഷം രൂപയും ചേർത്ത് 10 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നൽകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയായിരുന്നത്. ഇടുക്കി സബ് കളക്ടർ നേരിട്ടെത്തിയവിടെ പ്രതിഷേധക്കാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തുടങ്ങുകയും ചെയ്യും. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നാളെ രാവിലെ 8:30 കബറടക്കം നടക്കും എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്ന് വൈകിട്ട് 3:30 ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാട്ടാന ആക്രമണത്തിൽ അമർ എന്ന യുവാവിന് ദാരുണ അന്ത്യം ഉണ്ടായത്. തേക്കിൻകൂപ്പിൽ മേയാൻ വിട്ടിരുന്ന പശുവിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോഴായിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമറിനൊപ്പം ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ സുഹൃത്ത് ഓടി പുറത്തിറങ്ങി, വനമേഖലയിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടിലെത്തിയ ആളുകളോട് പറഞ്ഞ് ആളുകൾ എത്തുമ്പോഴേക്കും ഈ കാട്ടാന ആക്രമണത്തിൽ അവശനായി കിടക്കുന്ന അമറിനെയാണ് കണ്ടത്. ഉടൻ തന്നെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവിടെ എത്തുമ്പോഴേക്കും അമറിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു
മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു അതിനുശേഷം കണ്ടത്. യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും LDFിൻ്റെയും പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത് നമ്മൾ കണ്ടു. എന്തായാലും ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകും എന്നുള്ള സർക്കാരിൻ്റെ ഉറപ്പിന്മേലാണ് പ്രതിഷേധമെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ മുള്ളരിങ്ങാട് മേഖലയിൽ കാട്ടാനശല്യം കഴിഞ്ഞ 4 വർഷമായി അതിരൂക്ഷമാണ്. വനംവകുപ്പ് പലതവണ ഈ കാട്ടാനശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കാര്യക്ഷമമായി അവിടെ പ്രാവർത്തികമായില്ല എന്ന് നാട്ടുകാർ പരാതിയായി പറയുകയും ചെയ്യുന്നുണ്ട്. സമീപ നാളുകളിൽ അവിടെയുള്ളൊരു 4 ആനകളെ ഓടിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഡ്രൈവ് ഉൾപ്പെടെ വനംവകുപ്പ് നടത്തിയിരുന്നു. അതൊന്നും പ്രയോജനപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഒരു ജീവൻ കൂടി സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗോകുൽ. തീർച്ചയായും രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. മുള്ളരിങ്ങാടുണ്ടായ കാട്ടാനാക്രമണത്തിൽ 22 വയസ്സുകാരനായ അമറിലാഹിക്കാണ് ജീവൻ നഷ്ടമായത്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉറപ്പു നൽകിയതോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് സമ്മതിച്ചത്. UDFിന്റെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ബത്തേരി DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം. ആത്മഹത്യയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. NM വിജയന്റെ മരണത്തിനു പിന്നാലെ സാമ്പത്തിക ഇടപാടുകളടക്കം ആരോപണമായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസിന്റെ അന്വേഷണം. ബത്തേരി DYSP അബ്ദുൾ ഷരീഫിനാണ് അന്വേഷണ ചുമതല. ബത്തേരി അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇയാളുടെ അമ്പലവയലിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. NM വിജയന്റെ മൂത്ത മകന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. NM വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 24 വയനാട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനും KPCC അധ്യക്ഷനുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാണ് CPIM ആവശ്യം. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് IC ബാലകൃഷ്ണന്റെ പ്രതികരണം. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. KPCCക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടും അതിലൊരു ഇടപെടലുണ്ടാവുകയോ അതിലൊരു പരിഹാരമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് KPCC നേതൃത്വവും സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. KPCC നേതൃത്വത്തിനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ MLAക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് കൂടെ CPM ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. വ്യാജന എഴുതി ചേർത്താണ്. അത്തരത്തിലുള്ള ഒരു സമീപനം ശരിയല്ല ഈ ജനാധിപത്യ സംവിധാനത്തിൽ. ഇതാര് പുറത്തു വിട്ടു, ആരിത് ഈ രേഖകൾ ഉണ്ടാക്കി, അവരെ കണ്ടെത്തേണ്ടത് അത് രാഷ്ട്രീയത്തിന്റെ മുഖമോ ജാതിയുടെ മുഖമോ മതത്തിന്റെ മുഖമോ നോക്കിയല്ല. ഇത്തരത്തിലുള്ള ക്രൂരമായ വികൃതമായ പ്രവൃത്തി ഉൾപ്പോരിൽ കൂടി നടത്തുന്ന ആരാണെങ്കിലും അവർ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. നാളെ IC ബാലകൃഷ്ണൻ MLAയുടെ ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തും. ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാനാണ് IC ബാലകൃഷ്ണന്റെ തീരുമാനം. തിരുവനന്തപുരം RCC മെഡിക്കൽ ലബോറട്ടറിയിലെ വിശ്രമമുറിയിൽ പെൻ ക്യാമറ സ്ഥാപിച്ചെന്ന് പരാതി. RCC സീനിയർ ലാബ് ടെക്നീഷ്യൻ രാജേഷ് KRനെതിരെ വനിതാ ജീവനക്കാർ പരാതി നൽകി. 3 മാസം മുമ്പാണ് സംഭവം. പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. 24 പ്രൈം ടൈം ബിഗ് ബ്രേക്കിംഗ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. പ്രതീഷ്, ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും ജോലിസ്ഥലത്ത് പോലും സ്വകാര്യതയ്ക്ക് സംരക്ഷണമില്ല എന്ന തരത്തിലുള്ള സാഹചര്യം വന്നിട്ടും എന്താണ് ഇങ്ങനെ നടപടി ഒരു സ്ഥാനചലനത്തിൽ അല്ലെങ്കിൽ ഒരു വകുപ്പ് മാറ്റത്തിൽ മാത്രം, സെക്ഷൻ മാറ്റത്തിൽ മാത്രം ഒതുങ്ങിയത്? ഇത് സംബന്ധിച്ച് RCC നൽകുന്ന വിശദീകരണം എന്താണ്? തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ മെഡിക്കൽ ലബോറട്ടറിയിലെ 9 വനിതാ ജീവനക്കാരാണ് പരാതി നൽകിയത്. മെഡിക്കൽ ലബോറട്ടറിയിലെ വിശ്രമമുറിയിൽ ഒളിക്യാമറ സ്ഥാപിക്കുകയും ഇതുവഴി ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പകർത്തിയെന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. പെൻ ക്യാമറ സ്ഥാപിച്ചാണ് ഇത്തരത്തിൽ സംഭാഷണങ്ങൾ പകർത്തിയത്. മെഡിക്കൽ ലബോറട്ടറിയിലെ തന്നെ സീനിയർ ടെക്നീഷ്യനായ രാജേഷ് KRനെതിരെയാണ് ഇത്തരത്തിൽ ആരോപണം ഉയർന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് വനിതാ ജീവനക്കാർ പറയുന്ന കാര്യം. ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ നേരത്തെയും വനിതാ ജീവനക്കാരെ അപമാനിക്കുകയും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട ശക്തമായ നടപടി വേണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഗുരുതരമായ ഒരു കുറ്റം നടത്തിയിട്ടും യാതൊരു നടപടിയും എടുക്കാതെ ഈ ഉദ്യോഗസ്ഥനെ RCC ഡയറക്ടർ സംരക്ഷിക്കുകയാണ് എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്.
പെരിയ ഇരട്ടക്കൊലക്കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം ശിക്ഷാവിധിക്ക് ശേഷം മേൽക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കേസിൽ പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരനെതിരെ ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ രംഗത്തെത്തി. കൊച്ചി CBI കോടതി കേസിൽ വിധി പറഞ്ഞതോടെയാണ് കുടുംബം നിലപാട് വ്യക്തമാക്കിയത്. ജനുവരി 3-ന് അന്തിമ വിധി വന്നതിന് ശേഷം അപ്പീൽ നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ആദ്യഘട്ടം മുതൽ കുടുംബത്തിനൊപ്പം നിന്ന അഡ്വക്കേറ്റ് CK ശ്രീധരൻ വഞ്ചിച്ചെന്നും സത്യനാരായണൻ. CK ശ്രീധരന്റെ അഭിഭാഷക ജീവിതം അധപ്പതിച്ചെന്നും നീചനെന്നും ശരത് ലാലിന്റെ പിതാവിന്റെ ആരോപണം. അയാൾ ഈ കേരളത്തിൽ വാദിച്ചതിൽ ഈ വക്കീൽ പണി എടുത്തതിന് ശേഷം ഇത്ര നീചമായ ഒരു പ്രവൃത്തി ചെയ്തൊരു വക്കീൽ, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ നമ്മോട് കാട്ടിയ അതിനുള്ള ഒരു പ്രത്യേക ശിക്ഷയാണ് അയാൾക്ക് ഈ സമൂഹം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആരോപണം പ്രതിഭാഗം അഭിഭാഷകനായ CK ശ്രീധരൻ തള്ളി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമോപദേശത്തിന് ബന്ധപ്പെട്ടവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ആളുകളോ എന്നെ സമീപിക്കുകയോ ഞാൻ കേസ് കാര്യങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിനിടെ കേസ് നടത്തിപ്പിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് KPCC മുൻ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തി. കോൺഗ്രസ് നേതൃത്വം ഈ കേസിനെ വേണ്ടുന്ന രീതിയിൽ ശക്തമായിട്ട് പിന്തുണച്ചിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്ക് അന്നും ഇന്നുള്ളത്. കാരണം ഒരു ചെറിയ കാശിന് വേണ്ടി പോലും 1000 വട്ടം പല നേതാക്കന്മാരെയും വിളിക്കേണ്ട ഗതികേട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ബാലകൃഷ്ണൻ പെരിയയ്ക്കും CPIM-നും ഒരേ വാക്കുകളെന്ന് DCC പ്രസിഡന്റ് PK ഫൈസലിന്റെ മറുപടി. ബാലകൃഷ്ണൻ പെരിയക്ക് എന്തും പറയാം. ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള വലിയ ഒരു ഒരു പ്രവർത്തനങ്ങളുമായാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ വിജയമാണ് കുടുംബം ഉൾപ്പെടെ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ അന്തിമ വിധി വരാനിരിക്കെ കേസ് നടത്തിപ്പിനെ ചൊല്ലി ജില്ലയിൽ വിവാദമുയരുകയാണ്. 24 കാസർഗോഡ്. നേതാക്കൾ ഉൾപ്പെടെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടും പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിച്ച് CPIM. ശിക്ഷാവിധിക്ക് ശേഷം പ്രതികരണമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരള പോലീസ് അന്വേഷണത്തിന്റെ തുടർച്ച മാത്രമാണ് CBIയുടേത് എന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ വാദം. വരട്ടെ, എല്ലാം കൂടി വരട്ടെ. നീ പറയാം 3-ാം തീയതിക്ക് ശേഷം പറയാം. 3-ാം തീയതിക്ക് ശേഷം പറയാം കേട്ടോ. വിധി വരട്ടെ. ഇതിൽ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ഒരു പിന്തുണയോടുകൂടി നടന്ന കൊലപാതകവുമല്ല. ഇതിൽ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശക്തമായിട്ടുള്ള നിലപാടാണ് പോലീസ് ആരംഭം മുതൽ എടുത്തിട്ടുള്ളത്. സംഭവബഹുലമായ നാളുകൾക്ക് ശേഷം കേരള ഗവർണർ സ്ഥാനമൊഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്ന് സംസ്ഥാനം വിട്ട ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയയക്കാൻ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയില്ല. കേരളവുമായി ബന്ധം തുടരുമെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് 7 ദിവസം രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ ഔദ്യോഗിക യാത്രയയപ്പുണ്ടായിരുന്നില്ല. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഔദ്യോഗികമായി സംസ്ഥാനം വിട്ടപ്പോൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സൗഹൃദ സന്ദർശനത്തിന് പോലും തയ്യാറായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. 10:30 ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാജ്ഭവനിലേക്ക് എത്തി. വിമാനത്താവളത്തിലെ വിപുലമായ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കിയെങ്കിലും രാജ്ഭവനിൽ സുരക്ഷയ്ക്ക് നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. 11:30 ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്നും ഔദ്യോഗികമായി യാത്ര തിരിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയായിരുന്നു വിമാനത്താവളത്തിലേക്കുള്ള യാത്ര. വിമാനത്താവളത്തിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മുൻപുള്ള കാർക്കശ്യം വെടിഞ്ഞു. വിയോജിപ്പ് പ്രകടമാക്കാതെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസ. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരം ആയ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. നിങ്ങളെ എല്ലാം ഞാൻ എന്നും ഓർക്കും. കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ. വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ പേട്ടയിൽ വെച്ച് SFI പ്രവർത്തകർ ഗവർണർക്ക് ടാറ്റ നൽകി പ്രതിഷേധിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 3:30 കൊച്ചിയിൽ നിന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിലേക്ക് മടങ്ങും. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നതോടെ അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കിയിരുന്ന കേന്ദ്രസേനയും മടങ്ങും. പുതിയ ഗവർണറായി ചുമതലയേൽക്കുന്ന രാജേന്ദ്ര അർലേക്കർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇനി കേന്ദ്രസേന സുരക്ഷയൊരുക്കുകയുള്ളൂ. ജനുവരി 2-ന് രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണറായി ചുമതലയേൽക്കും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.
ഗവർണർ സ്ഥാനമൊഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനെ യാത്ര അയക്കാൻ മന്ത്രിസഭാംഗങ്ങൾ പോകാത്തത് ലജ്ജാകരമെന്ന് BJP നേതാവ് വി മുരളീധരൻ. കേരള സർക്കാർ സാമാന്യ മര്യാദ പോലും കാട്ടിയില്ലെന്ന് വി മുരളീധരൻ കുറ്റപ്പെടുത്തി. കേരള സർക്കാരിൻ്റെ ഒരു പ്രതിനിധി പോലും അദ്ദേഹത്തെ യാത്രയയക്കാൻ എത്തിയില്ല എന്നുള്ളത് കേരളത്തിന് തന്നെ അപമാനകരമാണ്. ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് അദ്ദേഹത്തെ യാത്രയയക്കാൻ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളൊന്നുമില്ലെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ പോകേണ്ടതായിരുന്നു എന്നാണ് കേരളത്തിൻ്റെ പൊതുമനസ്സാക്ഷിയുടെ അഭിപ്രായം. കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കനിവിനെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനെന്ന് FIR. കേസിൽ 9ാം പ്രതിയാണ് കനിവ്. ഇതോടെ മാധ്യമവാർത്തകൾ വ്യാജമാണെന്ന MLAയുടെ വാദം പൊളിഞ്ഞു. സൈബർ ആക്രമണത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് 24 വ്യക്തമാക്കുന്നു. യു പ്രതിഭ MLAയുടെ മകൻ കനിവ് ഉൾപ്പെടെ 9 പേരെ ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് തകഴി വിരിപ്പാലയിൽ നിന്ന് കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. വാർത്ത പുറത്തു വന്നതോടെ മാധ്യമങ്ങൾക്കെതിരെ യു പ്രതിഭ ഫേസ്ബുക്ക് ലൈവിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. വ്യാജ വാർത്തയെന്നും മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു പ്രതികരണം. 24 ന്യൂസിലെ ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായ ഒരു റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് 24 മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു ചില ചാനലിലും ഉണ്ട്, അവര് പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുകയാണ്. 10 രൂപ നക്കാപ്പിച്ച എവിടെന്നെങ്കിലും കിട്ടിക്കാണും. ചിലപ്പോൾ ഓപ്പോസിറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും, രാഷ്ട്രീയ എതിരാളികൾ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഈ ഒരു കേസിൽ. പക്ഷെ എന്തെങ്കിലും നക്കാപ്പിച്ച, പണ്ട് നമ്പിനാരായണൻ സാർ പറഞ്ഞ പോലെ 2 ചിക്കൻ കാലോ 1 കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെ വെറുതെ ഇതാക്കണ്ട. ഞാൻ നിയമപരമായിട്ട് ഇത് നേരിടുമെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നേരിട്ടിരിക്കും. MLAയുടെ വാദം തള്ളുന്നതാണ് എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ. കേസിൽ 9ാം പ്രതിയാണ് കനിവ്. NDPS ആക്ട് 25B, 27B എന്നീ വകുപ്പുകൾ പ്രകാരം കനിവ് ഉൾപ്പെടെ 9 പേർക്കെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. 3 ഗ്രാം കഞ്ചാവ്, കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം, പ്ലാസ്റ്റിക് കുപ്പി, പച്ച പപ്പായത്തണ്ട് എന്നിവയാണ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും FIR-ൽ പറയുന്നു. കസ്റ്റഡിയിലെടുത്ത 9 പേരെയും ഇന്നലെ തന്നെ ജാമ്യത്തിൽ വിട്ടിരുന്നു. എന്നാൽ FIR റിപ്പോർട്ട് പുറത്തുവിട്ട മാധ്യമപ്രവർത്തകരെ അവഹേളിച്ച യു പ്രതിഭ വീണ്ടും രംഗത്തെത്തി. റേറ്റിംഗിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ 24-ലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട്. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. ഞാൻ അത്യാവശ്യം എന്റെ പൊതുപ്രവർത്തനം ഭംഗിയായി ചെയ്തു പോകുന്നൊരു ലേഡിയല്ലേ. വാർത്ത വ്യാജമാണെന്ന MLAയുടെ പരാമർശത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകർക്കും കുടുംബത്തിനുമെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ്. സംഭവത്തിൽ 24 നിയമ നടപടി സ്വീകരിക്കും. കൂടുതൽ അളവിൽ കഞ്ചാവ് പിടിച്ചെടുത്തുവെന്നും രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് എക്സൈസ് സംഘം അളവ് കുറച്ച് കാണിക്കുകയാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. 24 ആലപ്പുഴ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിനെ പരിശോധിക്കാനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇപ്പോൾ പാലാരിവട്ടം റെനെ മെഡിസിറ്റിയിൽ എത്തിയിരിക്കുന്നു. YS അഭിനന്ദ് നൽകും വിശദാംശങ്ങൾ. അഭിനന്ദ്, ഈ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന ഡോക്ടേഴ്സിന്റെയും ആശുപത്രിയുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെ? ഗൂഗിൾ അല്പസമയം മുമ്പാണ് ഉമാ തോമസിന്റെ നിലവിലുള്ള ആരോഗ്യനില വ്യക്തമാക്കിക്കൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം ഇപ്പോൾ പരിശോധനകൾക്കായി ഇപ്പോൾ പാലാരിവട്ടം റെനെ മെഡിസിറ്റി സെന്ററിൽ മെഡിസിറ്റി എത്തിയിട്ടുള്ളത്. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ തൃപ്തികരമായി ഉണ്ട് എന്നതാണ് അല്പസമയം മുമ്പ് ഡോക്ടർമാർ മാധ്യമങ്ങളടക്കം പ്രതികരിച്ചത്. പിന്നീട് വാർത്താ മെഡിക്കൽ ബുള്ളറ്റിനടക്കം വ്യക്തമാക്കിയിരുന്നു. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു, ശ്വാസകോശത്തിനും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് തുടർന്നുള്ള വിദഗ്ധ സംഘം ഇനി കൃത്യമായിട്ടുള്ള ഇതിനൊരു വ്യക്തത അല്പസമയത്തിനകം തന്നെ വരുത്തുമെന്നാണ്. ഇപ്പോൾ പാലാരിവട്ടത്തെ ഉമാ തോമസിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം പോയിട്ടുണ്ട്. ഇതിനുശേഷം കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടത്. പരിശോധനകൾക്ക് ശേഷമായിരിക്കും കൃത്യമായ ഒരു ഉത്തരം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 6:30 ഈ MLAക്ക് പരിക്കേൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനടുത്ത് വെച്ച് 12,000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ആ ഒരു പരിപാടി, നൃത്ത പരിപാടിയിലാണ് ഇത്തരത്തിലേക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് കൊച്ചി പാലാരിവട്ടത്തെ ഈ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള വിദഗ്ധ സംഘം പരിശോധനകൾ തുടരുകയാണ്. അതിനുശേഷം എന്താണ് കൃത്യമായിട്ടുള്ള കാര്യം വ്യക്തമാക്കുന്ന ഒരു പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗൂഗിൾ.
ശരി, തൃക്കാക്കര MLA ഉമാ തോമസ് വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക ഡോക്ടേഴ്സിന്റെ സംഘം കൂടി റെനെ മെഡിസിറ്റിലേക്ക് എത്തുന്നു. അവരുടെ പരിശോധനകൾക്ക് ശേഷമുള്ള പ്രതികരണവും നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്നു. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംഘടനാ ജോലികൾ ചെയ്തില്ലെന്നാണ് വിമർശനം. ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ CITU നേതാവ് മലയാലപ്പുഴ മോഹനെതിരെയും വിമർശനമുയർന്നു. ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒരു മുതിർന്ന നേതാക്കളെയും വിടാതെയായിരുന്നു പൊതുചർച്ചയിലെ പ്രതിനിധികളുടെ വിമർശനം. കണക്കറ്റ് വിമർശനമേറ്റത് G സുധാകരനും EP ജയരാജനും. വിശ്രമജീവിതം നയിക്കുന്ന G സുധാകരൻ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നുവെന്ന് വിമർശനം. പാർട്ടി ഇത് നിയന്ത്രിക്കണമെന്നായിരുന്നു പ്രതിനിധികളുടെ ആവശ്യം. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് തെറ്റല്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായി EP ബന്ധം പാർട്ടി പരിശോധിക്കുന്നില്ലേ എന്ന് പ്രതിനിധികൾ ചോദിച്ചു. എന്നാൽ അങ്ങനെ ഒരു വിമർശനം തനിക്കെതിരെ ഉണ്ടാകാൻ ഇടയില്ല എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. LDF കൺവീനർ സ്ഥാനത്ത് മാറി എന്നുള്ളത് ശരിയാണ്. അതിന് മാറ്റിയതല്ല, മാറിയതാണ്. സമ്മേളനത്തിൽ ആരെങ്കിലും പോകാറുണ്ടോ? ഇല്ലല്ലോ. ആരോ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ സ്വന്തം ഭാവനയിൽ നിർമ്മിക്കുന്നതല്ലേ. ഭാവനാ സൃഷ്ടികളാണ് പാർട്ടി സമ്മേളനത്തിന് മേലെ വന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും. പൊതുചർച്ചയ്ക്ക് മറുപടി പറയവേ ജില്ലാ നേതൃത്വത്തെ കടന്നാക്രമിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംഘടനാ ജോലികൾ ചെയ്തില്ല എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഗുരുതര വിമർശനം. പാർട്ടിയുടെ പരിശോധനയിൽ ഇത് ബോധ്യമായി. പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ കുറയുന്നത് BJP വോട്ട് വർധനവാക്കുന്നുവെന്നത് പരിഗണിക്കണമെന്ന് കൂടി സംസ്ഥാന സെക്രട്ടറി ജില്ലാ സമ്മേളനത്തിന്റെ മറുപടിക്കിടെ തുറന്നടിച്ചു. ചർച്ചകൾ പുറത്തുവരുമെന്ന് കരുതി മിണ്ടാതിരിക്കാൻ കഴിയില്ല. MV ഗോവിന്ദൻ തുടർന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പാർട്ടി ആ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി CITU നേതാവ് മലയാലപ്പുഴ മോഹനെ അഭിപ്രായം പറയാൻ ആരാണ് ചുമതലപ്പെടുത്തിയതെന്ന് ചോദിച്ചു. മോഹനൻ CPI ആണ് എന്നാണ് ആദ്യം കരുതിയത് എന്നായിരുന്നു MV ഗോവിന്ദന്റെ പരിഹാസം. സമ്മേളനത്തിന്റെ പൊതുചർച്ചയ്ക്കിടെ അടൂരിലെ ആളുകൾക്ക് പാർട്ടിയിൽ കൂടുതൽ നേതൃസ്ഥാനങ്ങൾ നൽകുന്നുവെന്ന പ്രതിനിധികളുടെ വിമർശനം ബഹളത്തിനിടയാക്കി. പ്രസിഡിയം ഇടപെട്ടാണ് പിന്നീട് ബഹളം അവസാനിപ്പിച്ചത്. നാളെയാണ് ജില്ലാ കമ്മിറ്റിയുടെയും പുതിയ സെക്രട്ടറിയുടെയും തിരഞ്ഞെടുപ്പ്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. 24 പത്തനംതിട്ട. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ ഇന്ന് 4 പേർക്ക് ജീവൻ നഷ്ടമായി. കാസർഗോഡ് ഐങ്ങോത്തുണ്ടായ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് 2 കുട്ടികൾ മരിച്ചു. കോഴിക്കോട് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 64-കാരനും ആലത്തൂരിൽ ബസിന്റെ ഡോറിൽ നിന്ന് തെറിച്ചു വീണ് വയോധികയ്ക്കും ജീവൻ നഷ്ടമായി. കാസർഗോഡ് ഐങ്ങോത്തിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് നീലേശ്വരം കണിച്ചിറ സ്വദേശികളായ 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായത്. 12 വയസ്സുകാരി ലഹബ് സൈനബ, 5 വയസ്സുകാരൻ സൈൻ റഹ്മാൻ എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റ് 3 പേരുടെ പരുക്ക് ഗുരുതരമാണ്. ആലത്തൂർ കാടാമ്പുഴ റൂട്ടിലോടുന്ന മർവ എന്ന ബസിന്റെ ഡോറിലൂടെ തെറിച്ചു വീണാണ് 65-കാരിക്ക് ജീവൻ നഷ്ടമായത്. ഇന്ദിരാദേവിയാണ് മരിച്ചത്. അമിത വേഗത്തിൽ വളവ് വീശിയൊടിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിന് പിന്നാലെ കണ്ടക്ടറും ഡ്രൈവറും ബസിൽ നിന്ന് ഇറങ്ങിയോടി. കോഴിക്കോട് തൊണ്ടയാട് സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് 64-കാരന് ജീവൻ നഷ്ടമായത്. CP ബാലകൃഷ്ണനാണ് മരിച്ചത്. ബാലകൃഷ്ണനും ബന്ധുവും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇതേ ദിശയിൽ വന്ന മറ്റൊരു സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. കോട്ടയം വൈക്കം കച്ചേരിക്കവലയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരുക്കേറ്റു. ഓട്ടോറിക്ഷയിൽ തട്ടിയ കാർ നിർത്താതെ പോകുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് നവദമ്പതികൾ ഉൾപ്പെടെ 4 പേരുടെ മരണത്തിനിടയാക്കിയ കോന്നി കൂടൽ മുറിഞ്ഞകല്ലിൽ കാറുകൾ കൂട്ടിയിടിച്ചു. പരുക്കേറ്റവരെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേ പാതയിൽ ഈട്ടിമുട്ടിപ്പടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചു. കാറിലുള്ളവർക്ക് പരുക്കുണ്ട്. ന്യൂസ് ഡെസ്ക് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം വൈകില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് നടപടികൾ സ്വീകരിക്കും. വീടുകൾ വാഗ്ദാനം ചെയ്തവരുമായി അടുത്ത മാസം ആദ്യം മുഖ്യമന്ത്രി ചർച്ച നടത്തുമെന്നും റവന്യൂ മന്ത്രി.
തൽക്കാലം നമുക്ക് ഭൂമി ഏറ്റെടുക്കുക, അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതിനാണ് മുഖ്യ ശ്രദ്ധ കൊടുക്കുന്നത്. ബാക്കി കാര്യം നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ട് ആലോചിക്കും. വസ്തുതാപരമായിട്ടുള്ളൊരു പിശക് കോടതിയുടെ ശ്രദ്ധയിലെടുത്ത ദിവസം തന്നെ കൊണ്ടുവരും. ബാക്കി കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി കൂടി ആലോചിക്കും. എന്തായാലും പുനരധിവാസം വൈകും എന്ന ഒരു ഭീതിയും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. രാത്രി കാഴ്ചകളിൽ മനമയക്കി ശാന്തിഗിരി. ഫെസ്റ്റ് വേദിയിലേക്ക് ജനത്തിരക്ക് തുടരുന്നു. ഫ്ലവർ ഷോയ്ക്കൊപ്പം ആവേശമായി വാട്ടർ ഷോയും സ്നോ വേൾഡും. ശാന്തിഗിരി ഫെസ്റ്റ് വിനോദങ്ങളുടെ പുതിയ ആവിഷ്കാരമെന്ന് വേദി സന്ദർശിച്ച BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയ പുഷ്പമേള കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനു പുറമെ ഫെസ്റ്റിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ജലസംഭരണിക്ക് താഴെയുള്ള ഈ വാട്ടർ ഷോ. ഫ്ലവർ ഷോയ്ക്കും വാട്ടർ ഷോയ്ക്കും പുറമെ കളിച്ച് രസിക്കാനായി മഞ്ഞിന്റെ അത്ഭുത ലോകം സ്നോ ഹൗസും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ഇഷ്ടതാരങ്ങളായ റോബോട്ടുകളും അമ്യൂസ്മെന്റ് പാർക്കും ഗോസ്റ്റ് ഹൗസും ജനുവരി 19 വരെ പ്രവർത്തിക്കും. ശാന്തിഗിരി ഫെസ്റ്റ് വേറിട്ട അനുഭവമെന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ചിരിക്കാനും ചിന്തിക്കാനും അറിയാനും അറിയിക്കാനും ഒക്കെയുള്ള ഒട്ടേറെ പരിപാടികളും പദ്ധതികളും ഇതിൽ നടന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറേ സമയം കുടുംബാംഗങ്ങളുടെ ആയിട്ടെല്ലാം എല്ലാ ഭേദചിന്തകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മറന്ന് ആർത്തട്ടഹസിച്ചുല്ലസിച്ച് അല്പസമയം ചെലവഴിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു നല്ലൊരു അവസരമെന്ന് പറയാൻ പറ്റും. പുതുവർഷ ആഘോഷം പ്രമാണിച്ച വരുന്ന 3 ദിവസം വലിയ സർപ്രൈസുകളാണ് ശാന്തിഗിരിയിൽ കാത്തിരിക്കുന്നത്. 24 തിരുവനന്തപുരം. 24 റൗണ്ട് പൂർണ്ണമാവുകയാണ്.